ഒരുപക്ഷെ മലയാളികളുടെ മാത്രമല്ല, ലോകത്തെ തന്നെ പ്രമുഖ മാന്ത്രികരിൽ ഏറ്റവും മഹത് ശ്രേണിയിലുള്ളൊരു വ്യക്തിയാണ് ശ്രീ ഗോപിനാഥ് മുതുകാട്. അദ്ദേഹത്തെ അമേരിക്കൻ ജാലകത്തോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ ഇവിടെ കിട്ടിയതിൽ വളരെയധികം നന്ദിയുണ്ട്. വെൽക്കം ടു അമേരിക്കൻ ജാലകം സർ. നമസ്കാരം. സർ, എന്ത് തോന്നുന്നു അമേരിക്കയിലെ താങ്കളുടെ പ്രോഗ്രാമുകളും മറ്റും? സുന്ദരം, സുഖകരം, അല്ലാതെ എന്താ പറയുക. ഞങ്ങളൊരു മാസമായി ഇവിടെ വന്നിട്ട് അമേരിക്കയുടെ സൗഭാഗ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയുടെ അഭിവൃദ്ധിയും ഒക്കെ ഞങ്ങൾ നോക്കിക്കാണുന്നു, ആസ്വദിക്കുന്നു. പക്ഷേ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ തിരക്കായിരുന്നു. 12ഓളം പ്രോഗ്രാം ഉണ്ടായിരുന്നു അമേരിക്കയിലെ പല ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് വേണ്ടത്ര അമേരിക്കയെ ആസ്വദിക്കാനും അമേരിക്കയെ കാണാനും സമയം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കാരണം ഇതൊരു വലിയൊരു രാജ്യമാണല്ലോ. അപ്പോൾ ആ ഒരു രാജ്യത്ത് മുഴുവൻ നോക്കിക്കാണുക വലിയൊരു ആഗ്രഹമായിരുന്നു. അമേരിക്കയിൽ വന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം കാണുക എന്ന്. പ്രത്യേകിച്ച് ഒരു മാന്ത്രികനെ സംബന്ധിച്ചിടത്തോളം ഇത് മാന്ത്രികൻ്റെ പാരഡൈസാണ്, സ്വർഗമാണ്. കാരണം ഹാരി ഹൂദിനി എന്ന് പറയുന്ന മാന്ത്രികൻ ജനിച്ചത് ഇവിടെയാണ്. അദ്ദേഹം രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ഉപജ്ഞാതാവാണ്. അദ്ദേഹത്തിൻ്റെ മാന്ത്രിക സിദ്ധി മുഴുവൻ വിന്യസിപ്പിച്ചത് ഈ ഒരു രാജ്യത്താണ്. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാന്ത്രികൻ ലാസ് വേഗാസിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. അങ്ങനെ ഒരുപാട് മാജിക്കുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാജിക്കുകാരൻ്റെ സ്വർഗ്ഗമാണ്. അപ്പോൾ അതുവഴി ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കാഴ്ച നടന്നില്ല. ആദ്യമായിട്ടാണ് സാർ അമേരിക്കയിൽ? ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. കാരണം എൻ്റെ വിസ പലപ്പോഴും റിജക്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. 2001 ശേഷം പിന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും എനിക്കന്ന് അവസാനം റിജക്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നെ അമേരിക്കയിൽ വരണ്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തോന്നൽ മാത്രമായിട്ട് അവശേഷിച്ചു. പിന്നെ അവസാനം വരേണ്ടി വന്നു. അപ്പോൾ പ്രോഗ്രാം ഒരു 12 ഷോ ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ സാറിൻ്റെ ഈ ഒരു വരവിന് മാധുര്യം കൂടുന്ന ഒരു ഘടകം കൂടിയുണ്ട്. കാരണം മെർലിൻ അവാർഡിൻ്റെ ജേതാവായി കൂടിയാണ് സാർ ഇന്ന് ഈ അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെ സാർ നോക്കിക്കാണുന്നു ഈ ഒരു അവാർഡിനെ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അത് എനിക്ക് കിട്ടും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അത് കിട്ടാൻ എത്രമാത്രം അർഹനാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതൊരു വലിയ അംഗീകാരമാണ്. മാജീഷ്യൻസിനിടയിൽ ഓസ്കാർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. സിനിമയിലെ ഓസ്കാർ പോലെ മാജിക്കിലെ ഓസ്കാർ അവാർഡാണ് മെർലിൻ അവാർഡ് എന്ന് പറയുന്നത്. അത് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് മജീഷ്യൻസ് ആണ് തരുന്നത്. അത് അമേരിക്ക കേന്ദ്രമായിട്ടുള്ള സ്ഥാപനമാണ്. അപ്പോൾ അത് ഡൽഹിയിൽ വെച്ച് അവർ ഡിക്ലെയർ ചെയ്തു. ഡൽഹിയിൽ കൊണ്ടുവന്ന് അവാർഡ് അവർ തന്നു. ഷീലാ ദീക്ഷിതും അതുപോലെ തന്നെ വയലാർ രവിയൊക്കെ ഉണ്ടായിരുന്നൊരു സദസ്സിൽ വെച്ച്. പിറ്റേ ദിവസം പ്രധാനമന്ത്രി വിളിച്ചു, അപ്രിഷ്യേറ്റ് ചെയ്തു. അവാർഡുമായിട്ട് അദ്ദേഹത്തെ പോയി കണ്ടു. അങ്ങനൊരു എൻ്റെ ലൈഫിൽ ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു അംഗീകാരമായിരുന്നു മെർലിൻ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അവാർഡ് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. വലിയ സന്തോഷം തോന്നി അതിനകത്ത്. ഗോപിനാഥ് മുതുകാട് ഒരു മജീഷ്യൻ എന്നതിലുപരി ഒരു വ്യക്തിത്വം എന്ന നിലയിൽ വളരെയധികം സ്വാധീനം ചെലുത്തപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ മഞ്ജു സ്റ്റാർ സിംഗർ പോലെയുള്ള പരിപാടികൾ താങ്കളുടെ വളരെ രസകരവും എന്നാൽ വളരെയധികം ചിന്തയും യുക്തിയും വളരെയധികം നിർവഹിക്കപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും അതിലൂടെ പ്രേക്ഷകർക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേഖല, മജീഷ്യൻ എന്നതിലുപരി ഒരു മനുഷ്യനെ നല്ല വഴിയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു മേഖലയിൽ താങ്കളുടെ ഒരു കോൺട്രിബ്യൂഷൻ? ഞാൻ ഒരു മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഞാനൊരു മാന്ത്രികൻ്റെ കുപ്പായമിടുന്ന ഒരാളാണ്. ഞാനൊരു 100% മജീഷ്യനല്ല. 100% മജീഷ്യനല്ല എന്ന് പറയാൻ കാരണം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മാജിക്ക് കാണിക്കാറില്ല. വേദിയിൽ മാത്രം ജാലവിദ്യ കാണിക്കുന്ന അല്ലെങ്കിൽ മാജിക് അവതരിപ്പിക്കുന്ന സമയത്ത് മാത്രം ജാലവിദ്യക്കാരനാകുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാന്ത്രികൻ്റെ വേഷം അഭിനയിക്കുന്ന ഒരാളാണ് സ്റ്റേജിൽ. ജീവിതത്തിൽ പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എല്ലാ ഒരു മനുഷ്യൻ്റെ വേദനയും ദുഃഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അത് മഞ്ജു സ്റ്റാർ സിംഗർ ജൂനിയർ ആണെങ്കിൽ കുട്ടികളിലൂടെ പറയുന്നു. അല്ലാത്ത വേദികളിലാണെങ്കിൽ ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള അവയർനെസ് പ്രോഗ്രാം ഞങ്ങൾ നടത്താറുണ്ട്. നാഷണൽ ഇൻ്റഗ്രേഷൻ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്താറുണ്ട്. ഇത്തരം അവസരങ്ങളിലൊക്കെ ആ ഒരു സാധ്യത ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ മേഖലയായിട്ടുള്ള ജാലവിദ്യ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ജനങ്ങളോട് ഇത്തരം കാര്യങ്ങൾ കൺവേ ചെയ്യാം എന്നുള്ളൊരു ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് ജാലവിദ്യക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കബളിപ്പിക്കലിൻ്റെ കലയാണ് കൊണ്ട് നടക്കുന്നത്. ആ കബളിപ്പിക്കൽ എപ്പോൾ എങ്ങനെ നടക്കുന്നു എന്ന് കാണികൾ അറിയാൻ അനുവദിക്കാതിരിക്കുമ്പോഴാണ് മാന്ത്രികൻ വിജയിക്കുന്നത്. അതാണ് മാജിക്കിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്.
പക്ഷേ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരു മജീഷ്യനല്ല. ഞാൻ മജീഷ്യൻ ആവാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാനൊരു വളരെ ഗ്രാമത്തിൽ നിന്ന്, കവളമുക്കട്ട എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ വളരെ ഒരു കുഗ്രാമത്തിൽ നിന്ന് ജനിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ ഒരു ജന്മിയുടെ പാടത്തൊരു കന്നുകൂട്ടുകാരനായിരുന്നു. അച്ഛന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അമ്മയ്ക്കും കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു. ജാലവിദ്യയെ വല്ലാതെ സ്നേഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ല പ്രേമിച്ചു മാജിക്കിനെ. അങ്ങനെ പ്രേമിച്ച് മാജിക്കിനൊരു കാമുകിയായിട്ട് കൊണ്ടു നടന്നു. ജാലവിദ്യക്കാരനാവണം എന്നുള്ള കുട്ടിക്കാലം മുതലുള്ള മോഹം ഉണ്ടായി. ആ ഒരൊറ്റ ഫോക്കസിൽ മാത്രം ജീവിച്ചു. അങ്ങനെ ഒരു ജാലവിദ്യക്കാരനായിട്ട് പെർഫോം ചെയ്ത് ജീവിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഈ സമൂഹം എനിക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളോട് ഉള്ള ബാധ്യത എന്നുള്ളതിൽ, കടപ്പാടെന്നുള്ളതിൽ ഈ സമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു മാത്രം. ഞാൻ താങ്കളെപ്പറ്റി വായിച്ച് അറിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, താങ്കൾ ഗാന്ധിയൻ ചിന്തകളോടും അല്ലെങ്കിൽ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളോടും ആ ഒരു തോട്ടിനോട് വളരെയധികം ആഭിമുഖ്യം പുലർത്തുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സമകാലീന ഭാരതത്തിൽ ഇപ്പോൾ ഗാന്ധിയൻ രീതിയിലുള്ള സമരമുറകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനോടുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, അതൊക്കെ പൊളിറ്റിക്കലായി പോകും. ഒരു പരിധിവരെ പൊളിറ്റിക്കലാണല്ലോ ഈ കാര്യങ്ങളല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങൾ ഞാനത് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ട്, പക്ഷേ ഞാനൊരു ആഴത്തിൽ അതിനെ പറ്റിയിട്ട് പോയിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിലപ്പുറം ഒരു ദൈവമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ ഗാന്ധിയൻ എന്ന് പറയുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലൈഫിൽ ഇതുവരെ മദ്യം എന്ന് പറയുന്ന സാധനം തൊട്ട് നോക്കിയിട്ടില്ല, കഴിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളോട്, വളർന്നു വരുന്ന കുട്ടികളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Feel closer to a place that I will be. Your dreams are high, I'll help you fly. And now let's live our lives. Bringing home close to your business. Noha Airport Plaza. Stanley Jones Realtors. Real estate and mortgage service, you will save money. Professionals you can trust. John Verghese and Stanley Money. Call 281-564-1200. Solutions for you and your business. ടാക്സ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും സമീപിക്കുക മാധവൻ കെ പിള്ളൈ CPA, സ്റ്റെല്ല ലിങ്ക് റോഡ്, ഹ്യൂസ്റ്റൺ. ടെലിഫോൺ 713-666-4811. താങ്കൾ അമേരിക്കയിൽ ആദ്യമായാണ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 12ഓളം വേദികളിൽ മാജിക് നടത്തി കഴിഞ്ഞു. അമേരിക്കയിലെ മലയാളികളെപ്പറ്റി അല്ലെങ്കിൽ അമേരിക്കയിലെ യുവതലമുറയെപ്പറ്റി താങ്കൾ എന്ത് ആണ് ഇപ്പോൾ താങ്കളുടെ മനസ്സിലുള്ളത്? ഞാൻ സത്യം പറയാമല്ലോ രഞ്ജിത്ത്, ഞാനതിനെ പഠിച്ചിട്ടില്ല, വേണ്ടത്ര പഠിച്ചിട്ടില്ല. പഠിക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. ഒരു മാസക്കാലത്തെ അമേരിക്കൻ ജീവിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ വളരെയധികം മാജിക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുന്നൊരു ഓഡിയൻസാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും പ്രോഗ്രാമിന് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രോഗ്രാമിന് വളരെയധികം ഒരു ഹൈപ്പ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഷോ അതുപോലെ തന്നെ വളരെയധികം ക്ലിക്ഡ് ആണെന്നാണ്. കാരണം ഒരു ഇല്യൂഷൻ പ്രോഗ്രാമുമായിട്ട്, ഇല്യൂഷൻ മാജിക് ഷോസുമായിട്ടും ആദ്യമായിട്ടാണ് ഒരു സംഘം അമേരിക്കയിലെത്തുന്നത്, ഇന്ത്യയിൽ നിന്ന് ആദ്യം എത്തുന്നത്. ഈവൻ എനിക്ക് തോന്നുന്നു PC സർക്കാർ പോലും ഒരു ഇല്യൂഷൻ പ്രോഗ്രാമായിട്ട് ഇവിടെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ കൺജുറിങ് പ്രോഗ്രാമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിൽ ഞാൻ പറഞ്ഞല്ലോ, ഡേവിഡ് കോപ്പർഫീൽഡിൻ്റെയൊക്കെ പെർഫോമൻസ് കണ്ടു വളർന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ആ ഒരു മാജിക്കിനുള്ളൊരു അപ്രിസിയേഷൻ വളരെയധികം കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ വളരെ ആദരവോട് കൂടിയിട്ട് സ്വീകരിക്കുന്നുണ്ട്. പിന്നെ പല വീടുകളിൽ ഞങ്ങൾ പോയി, വളരെയധികം സ്നേഹം ഉള്ള വീടുകളാണ്. പ്രത്യേകിച്ച് മലയാളികളോട് കാണിക്കുന്ന ഒരു ആദരവും സ്നേഹവും തീർച്ചയായിട്ടുണ്ട്. പിന്നെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള റെസ്പെക്റ്റ് വളരെയധികം കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ രഞ്ജിത്ത് പറഞ്ഞ കാര്യം തന്നെ ഫോക്കസ് ചെയ്ത് പറയുകയാണ്. മഞ്ജു സ്റ്റാർ സിംഗർ ജൂനിയർ എന്ന് പറയുന്ന പരിപാടിയിൽ വന്നതിന് ശേഷം കുട്ടികൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാർക്കൊക്കെ വല്ലാത്തൊരു വാത്സല്യം എന്നോടുണ്ട്. പ്രത്യേകിച്ച് ചില വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അമ്മമാരൊക്കെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിതൊക്കെയാണ് ബാക്കി ഉണ്ടാവുന്നത്. നമ്മൾ എന്താ പറയുക, ഇതൊക്കെ ഇവിടെ ഒന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ
പെർഫോമൻസിന് കുറേ പൈസ കിട്ടി എന്നുള്ളതോ അല്ലെങ്കിൽ ഷോയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയതിനേക്കാളുള്ള അപ്പുറം നമുക്ക് അവസാനം ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹൃദയത്തിലുള്ളൊരു തൊടൽ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഒരു സ്നേഹസ്പർശം അല്ലെങ്കിൽ ഒരു മാന്ത്രിക സ്പർശം എന്ന് പറയുന്ന ഒരു അനുഭവം സുഖകരമായിട്ട് അനുഭവിക്കുന്നുണ്ട് ഞാൻ.